ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഒരിടത്തേക്ക് പോകാൻ നിൽക്കുന്നതിന് മുന്നേ ഒന്ന് ഡ്രസ്സ് ചെക്ക് ചെയ്തിട്ട് വലിയ കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ബാക്ക് ടു ദ പോയിന്റ്. ഇപ്പോൾ UK വൈറ്റ് പേപ്പറിൻ്റെ ഇത് വന്നിട്ട് ഉള്ള ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം അറിയാം. നമുക്ക് ആർക്ക് എത്ര നാൾ നിൽക്കാൻ പറ്റും ഒന്നും അറിയത്തില്ല. അതായത് നാട്ടിൽ നിന്നുള്ള കെയറേഴ്സിനെ വരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇപ്പം ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് എത്ര നാൾ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനിവിടെ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ നമ്മുടെ വിസ വാലിഡിറ്റി, അതായത് എനിക്ക് വിസ ഇനി 7 മാസമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവർക്ക് പുതിയ ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് പോയത്. അപ്പോൾ എനിക്കിനി ഇവിടെ ജോലി കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. കാരണം ഇത് തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്കൊരു അസസ്മെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ പോയിട്ട് വരാം. പിന്നെ UK ജോലി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി എടുക്കണം. കാരണം എനിക്കിപ്പോൾ ഈ 4 ദിവസം കൊണ്ട് നല്ല രീതിയിൽ റെസ്പോൺസ് വരുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ ജോലി അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും ജോബ് സീക്കിങ്. പോയിട്ട് വരാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പോയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ്സും ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്തായിരിക്കും കേട്ടോ. ഓക്കെ. യെസ്, അപ്പോൾ അസസ്മെൻറ്റും കഴിഞ്ഞു, ഇൻ്റർവ്യൂവും കഴിഞ്ഞു, എല്ലാം നന്നായിട്ട് വരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കതിനകത്ത് കയറാൻ പറ്റത്തില്ല. കാരണം എൻ്റെ വിസ വാലിഡിറ്റി ഇനി 7 മന്ത്സേ ഉള്ളൂ. അവർ പറയുന്നത് 6 മന്ത്സ് പ്രൊബേഷൻ പോകും, അത് കഴിഞ്ഞിട്ട് അവർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലോ, അടുത്ത ആളെ അവർ റിക്രൂട്ട് ചെയ്യുമ്പം അതിൻ്റെ ട്രെയിനിങ് ഫീയും കാര്യങ്ങളൊക്കെ വരുമല്ലേ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അതും റിജക്റ്റായി ഗൈസ്. ഇനി എന്തായാലും പോയതല്ലേ, ഇവിടെയൊക്കെ നിങ്ങളെയും കൂടിയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഏരിയ കാണാനായിട്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. കുറച്ചും കൂടെ മുന്നേ തുടങ്ങേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാൻ ഇങ്ങനെ കുറേ വിഷമം വന്നപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായത്. നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും എന്ന് തോന്നുന്നു. അപ്പം ദൈവചര്യം പറയുകയാണ്, സ്വിച്ച് ചെയ്യാൻ നോക്കുന്നവർ എത്രയും വേഗം അത് നോക്കണം. അപ്പം അങ്ങനെ ഇരുന്ന് പോകത്തേ ഉള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വന്നിട്ട് ഓക്കെ എന്നാൽ മുഖമൊക്കെ കഴുകി കിടക്കാനുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് ഓർത്തു. കാരണം നമ്മളൊരു കാര്യത്തെ ചിന്തിച്ച് അങ്ങനെ ഇരുന്ന് പോയാൽ അങ്ങനെ ഇരിക്കും. ഞാൻ ഭയങ്കര കോൺഫിഡൻസോടെ കേട്ടോ ചലഞ്ചൊക്കെ എന്താ പറയുക പബ്ലിഷ് ചെയ്തത്. പക്ഷേ എനിക്ക് അറിയത്തില്ല എന്താവോ ഏതാവോന്നൊന്നും. ഇനി 5 ദിവസം കൂടി ഉള്ളൂ. പിന്നെ ഞാൻ ഈ മാസം എൻ്റെ വരെ എന്തായാലും നോക്കില്ല, ഈ നാട്ടിലേക്ക് പോകാമെന്ന് ഓർത്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ബൈ ബൈ.